ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നുണ്ടാക്കുന്നത് ഒരു ചിക്കൻ കടായിയുടെ റെസിപ്പിയാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ടാൽ ഏറെ ടേസ്റ്റ്. ഇതിലേക്ക് വേണ്ടി 4 വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ തക്കാളി ഒരു 3 എണ്ണം നൈസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത്, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം. കടായി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം തക്കാളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിച്ചപ്പ് ചേർക്കാം. തൈര് 1/4 കപ്പ്, ടൊമാറ്റോ സോസ്, സോയ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് വാടി വരണം ക്യാപ്സിക്കം. എന്നിട്ട് ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. നല്ല ക്രീമി മാതിരി ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ കടായിക്ക് ഏറെ ടേസ്റ്റ് ആയിരിക്കും. 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച കടായി റെഡി. ഇത് ചപ്പാത്തി, പൊറോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.